ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡോളീസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിന്ന് കിച്ചണിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചെറിയ കിച്ചണായാലും വലിയ കിച്ചണായാലും നമ്മളത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതനുസരിച്ചാണ് നമ്മുടെ മൂഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ എപ്പോഴും കിച്ചണിനകത്തിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കിച്ചൺ തന്നെയല്ല, നമ്മുടെ വീട് ഫുള്ളായിട്ട്. ഓക്കെ, അപ്പം നമ്മുടെ കിച്ചണിൽ കുറച്ച് മാറ്റങ്ങൾ നമ്മൾ ഇടയ്ക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടും. അപ്പം ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാ ദിവസവും ഒരുപോലെ നമ്മൾ കിച്ചണ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമൊന്നും കിട്ടില്ലല്ലോ. ഞാനിങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിച്ചണിൽ ഇത് മാറ്റാറുണ്ട്. അതുപോലെ നമ്മുടെ ഡ്രോയിങ് റൂമിൻ്റെയൊക്കെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ മാറ്റി ഇടാറുണ്ട്. നമുക്കൊരു പ്രത്യേക ഒരു എന്താ പറയുക പോസിറ്റിവിറ്റി കിട്ടാറുണ്ട്, പോസിറ്റീവ് വൈബ് കിട്ടാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെയല്ലേ? സാധാരണ വീട്ടമ്മമാരെല്ലാം പരീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ അതിനു വേണ്ടി എൻ്റെ കിച്ചണിൻ്റെ ഒരു എല്ലാം പഴയ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയതൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കുറച്ചൊക്കെ വന്നു. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു വീഡിയോ എന്തായാലും നമുക്ക് ഇതൊക്കെ എന്തൊക്കെയാണെന്ന് തുറന്നു നോക്കാവേ. ഓക്കെ, ആദ്യം വലിയതെന്താണെന്ന് നോക്കാമേ. വലിയൊരു ബോക്സ് ഇട്ടിട്ടുണ്ട്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോയിൽ നിന്നുമാണ് വില നോക്കിയിട്ടാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല വെൽ പാക്കൊക്കെയാണ്. എന്താ സംഭവം നോക്കാം. എന്തായാലും നോക്കണേ, കാണിച്ചു. എന്തെങ്കിലും സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഒന്ന് പൊട്ടിച്ച് നോക്കുന്ന ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും അത് കൊച്ചു പിള്ളേരൊക്കെ വലിയതൊക്കെ എല്ലാവർക്കും അതേ സ്വഭാവം തന്നെയാണെന്ന് തോന്നുന്നു. എനിക്കങ്ങനെയാണ്, ഞാൻ വരുന്ന ഒന്നേ പൊട്ടിച്ച് ഇങ്ങനെ നോക്കും. അപ്പോൾ ഇത് വീഡിയോ എടുക്കേണ്ടിയിട്ട് ഞാനിത് പൊട്ടിച്ച് നോക്കായിരുന്നതാണ്. ഓക്കെ, എന്തായാലും നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു മാജിക് സ്പൂണോ അങ്ങനെ എന്തോ സംതിങ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ 2 ബോക്സാണ്. ഇതാണ് ആ സംഭവം. 2 അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ മാജിക് സ്പൂൺ എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ കാണിച്ചു തരാം. അപ്പം എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഇത് നമുക്ക് ഇടാം. മീൻസ് കൂടുതലും ഇവർ കാണിക്കുന്ന ഷുഗറും തേയില അതുപോലെ കോഫി പൗഡർ ഇതൊക്കെയാണ് ഇടാൻ യൂസ് ചെയ്യുന്നതെന്നാണ് ഇരിക്കുന്നത്. പക്ഷെ നല്ല ഇതാണ് സ്പൂൺ കൊണ്ട്. ഓക്കെ, ഇത് ഓക്കെ, കുഴപ്പമില്ല. നല്ല പ്രോഡക്റ്റാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. പിന്നെ ഫുഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന എംബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കട്ട് ചെയ്യാൻ നല്ല പ്ലാസ്റ്റിക് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. നമുക്കിതിനകത്തിൽ എന്ത് വേണമെങ്കിലും എല്ലാ പൊടികളും ഇടാം. ഷുഗർ, ടീ അങ്ങനെയൊക്കെ ഉള്ളത് ഇടാം. അപ്പോൾ ഞാനിനി എന്താണ് വരുന്നത് എന്തായാലും നോക്കാം. അപ്പോൾ രണ്ടെണ്ണമാണ് ഇന്നലെ കിട്ടിയിരിക്കുന്നത്. 2 എണ്ണം വില എത്രയായിരുന്നു ഞാൻ നോക്കുന്നില്ല. ഞാൻ എന്തായാലും അത് പറയാം. പിന്നെ റേറ്റ് എത്രയായിരുന്നു. സൂപ്പറാണ്. നല്ല ഇതൊക്കെയുണ്ട്, കളറ് ഒക്കെയാണ്. ഇതിലൊരു സ്പൂണൊക്കെ ഉണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഇടാം, യൂസ് ചെയ്യാം. കുഴപ്പമുണ്ട്. മാജിക് സ്പൂണെന്ന് അങ്ങനെ എന്താണ് ഇത് പേര്. എന്നാലും ഇതാണ് ഒന്നാമത്തെ പ്രോഡക്റ്റ്. ഇതിൻ്റെ വില ഞാൻ നോക്കിയിട്ട് പറയാമേ. എൻ്റെ ഫോണിനകത്ത് തന്നെ ഉണ്ട്. ഫോണിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്. എന്നാലും ഞാനത് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ്. അപ്പോൾ ഇത് വളരെ യൂസബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ അടുത്തത് ഇതാണ്. എന്താ സംഭവം എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് പൊട്ടിച്ച് നോക്കും. ഇത് ഫ്ലിപ്കാർട്ടിൻ്റെയാണ്. നല്ല വെൽ പാക്ഡാണ്. ഓക്കെ, എന്തായാലും പൊട്ടിച്ച് നോക്കാം. സംഭവം എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല.
ഏതോ കുറേ സാധനങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഓർഡർ ചെയ്തു. പിന്നെ എന്തൊക്കെയാണ് വന്നതെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും പിടിച്ചു. ഓക്കെ. ഇത് ഇത് നമുക്ക് എന്താണെന്നറിയോ, നമ്മുടെ ഓയിലൊക്കെ ഒഴിച്ച് വെക്കാനായിട്ട്. ഞാൻ സാധാരണ കുപ്പി ഏതൊക്കെയായിരുന്നു യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ബ്രഷാണെന്ന് തോന്നുന്നു. ബ്രഷ് ഒരു സ്പാന് ഇതുകൊണ്ട് അത് പക്ഷെ തീരെ ചെറുതാണ്. നിലവാട്ടം കിട്ടിയതാണ്. ഇതിൻ്റെ കൂട്ടത്തിലുള്ളത് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ചെറിയൊരു സ്പാച്ചിലയാണ്, തീരെ സ്മോളാണ്. പിന്നെ ഇത് നമുക്ക് ബ്രഷ് ചെയ്യാൻ മീൻസ് സിലിക്കണിൻ്റെ നമുക്ക് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. അതിനാണ് കുഞ്ഞ് ചെറുതാണ് കേട്ടോ, സ്മോളാണ്. എങ്കിലും കുഴപ്പമില്ല. എന്നോട് ഫ്രീ കിട്ടിയതാണെന്ന് തോന്നുന്നു. അതോ ഇതിനകത്തുള്ളതായിരുന്നു കേട്ടോ. ഓക്കെ. എനിക്കിതിൻ്റെ നല്ല അടിപൊളിയായിട്ട് പാക്കൊക്കെ ചെയ്ത് അവർ തന്നിട്ടുണ്ട്. മൈ ഗുഡ്നസ്, ഇത് കുപ്പി തന്നെയാണ്. ഒരു ഗ്ലാസ് കുട്ടി തോന്നും. അപ്പം ഞാൻ തുടങ്ങി. അയ്യോ, ഇതും 2 എണ്ണമാണ്. ഇങ്ങനെയുള്ളൊരു ഇതാണ്. ഇതിന് നമുക്ക് ഒരുപാട് എണ്ണയൊന്നും കൊള്ളൂല, എങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചത് കളറുള്ളതാണെന്നാണ് വിചാരിച്ചത്. ഞാൻ പക്ഷെ ഓർഡർ ചെയ്തത് നല്ല കളറുള്ള സൈസൊക്കെയായിരുന്നു. പക്ഷെ കിട്ടിയപ്പോൾ ഈ കളറാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ തിരിച്ചു കൊടുക്കാനോ പ്രോബ്ലം. ഓക്കെ. എന്നാലും വലിയ കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. ഗ്ലാസ് തന്നെയാണ്, കുപ്പിയിൽ ഒഴിച്ച് വെക്കുന്നതെല്ലാം നല്ലതാണ്. പക്ഷേ ഇച്ചിരി കളറോടൊക്കെ എന്നൊക്കെ ഉള്ളായിരുന്നു. ഓക്കെ. ഇങ്ങനെയാണ് ഇതിൻ്റെ യൂസ്. ഇത് ഓണാക്കി ഒഴിച്ചു കൊടുക്കാം, അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഞാൻ പക്ഷേ കളറുള്ള കുപ്പിയാണെന്നാണ് വിചാരിച്ച്, പക്ഷെ കിട്ടിയപ്പോൾ വൈറ്റാണ്. നോക്കട്ടെ, ഇഷ്ടപ്പെട്ടില്ല നമുക്ക് തിരിച്ചു കൊടുക്കാം. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, ക്വാളിറ്റി ഒക്കെ ഉണ്ട്. നല്ല ഗ്ലാസ്സാണ് കേട്ടോ, നല്ല കുപ്പി ആണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ആ സ്പാച്ചിലേയും ഒരു ഇതിപ്പോൾ എന്തായാലും മാറിയിരിക്കട്ടെ ഇവിടെ. ഓക്കെ. ഇത് നമുക്ക് വീട്ടിലാവശ്യം ഉള്ളത് തന്നെയാണ്. എണ്ണയൊക്കെ ഇങ്ങനെ ഒഴിച്ച് വെക്കാം നമുക്ക്. അത്യാവശ്യം ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കാം. ഒട്ടും അഴുക്കാകത്തില്ല. നല്ല കോർക്ക് പോലെ നല്ല അടപ്പും കാര്യങ്ങളും ഒക്കെയാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളറുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിവേ കുഴപ്പമില്ല. റേറ്റ് ഞാൻ പറയാവേ. അപ്പോൾ എനിക്കറിയില്ല എത്രയാണെന്ന്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഇത്. ഇനി നമ്മൾ ഓർഡർ ചെയ്ത ഇതെനിക്ക് തോന്നുന്നു 150 തോന്നുന്നു, കിച്ചൺ ടവൽ. പിന്നെ യൂസബിളാണ്. എത്ര ഉണ്ടെങ്കിലും പോരാത്തൊരു സാധനമാണ് കിച്ചൺ ടവൽ. ഓക്കെ. ഇത് നല്ല കോട്ടൻ്റെയാണ്. വലിയ കുഴപ്പമില്ലാത്ത ഇതായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനത്തെ സൈസാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ കോട്ടൻ്റെ ആയതുകൊണ്ട് നമുക്ക് 1 2 3 4 5 12 എണ്ണമാണ്. 12 ഒന്നും അല്ലെന്ന് തോന്നുന്നു. കുറേ ഉണ്ട് കേട്ടോ. 16 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ 12 ആണെന്ന് തോന്നുന്നു പറഞ്ഞു. 1 2 3 4 5 6 7 ഒരു 15 എണ്ണം ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് വളരെ ലാഭമാണ്, നല്ല യൂസാണെന്ന് തോന്നുന്നു. നല്ല കുഴപ്പമില്ല കേട്ടോ. നല്ല അതായത് വെള്ളമൊക്കെ തുടയ്ക്കാൻ പറ്റിയത്. നമ്മുടെ പാത്രമൊക്കെ തുടയ്ക്കാനും നമ്മുടെ കിച്ചൻ്റെ സിങ്കും ടേബിൾ ടോപ്പും ഒക്കെ തുടയ്ക്കാൻ നല്ലതാണ്. പക്ഷെ 10-15 എണ്ണം ഉണ്ട്. ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം എത്രയാണെന്ന്. വലിയ കുഴപ്പമില്ല. ഒന്ന് വാഷ് ചെയ്തിട്ടെടുത്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഓക്കെ. ഇതാണ് അടുത്തൊരു പ്രോഡക്റ്റ്. പിന്നെ ഞാൻ കുറച്ച് സ്പൂണിനാണ്. സ്പൂണുകൾ ഇതല്ലാന്ന് പറഞ്ഞില്ല. ഇത് നമ്മുടെ സ്പൂൺ ഇച്ചിരി വലിയ സ്പൂണാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ കിട്ടിയപ്പോൾ ഇതുപോലെ ചെറിയ സ്പൂണുകളാണ്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഉള്ളത് പറയാം, നല്ല ഭാരമുള്ള നല്ല സ്പൂണുകളാണ്. സ്മോള ചെറിയ ടീസ്പൂൺ
ടീസ്പൂണുകളാണ്, പക്ഷേ നല്ലതാണ്. വലിയ വിലയും ഇല്ലായിരുന്നു. ഇതിന് റേറ്റ് എനിക്കറിയില്ല, ഞാൻ പറയാം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാവേ എത്രയായിരുന്നു റേറ്റ് എന്ന്. പക്ഷേ ഇത് ക്വാളിറ്റി വൈസ് സൂപ്പറാണ് കേട്ടോ. നല്ല വെയിറ്റൊക്കെ ഉള്ള നല്ല ചിലർ പന്ന സ്റ്റീൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നുമല്ല. നല്ല നല്ല സ്പൂണാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല വെയിറ്റുള്ള നല്ല സ്പൂണുകളാണ്. 6 ഞാൻ ഇച്ചിരി വലുതായിരുന്നു പ്രതീക്ഷിച്ചത്, പക്ഷേ സ്മോളായിട്ട് കുഴപ്പമില്ല. നമുക്കൊന്നുകൂടെ ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മുടെ കുറേ പ്രോഡക്റ്റ്സ് കൂടെ ഇനി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മിനി ക്ലീനിങ് വൈപ്പർ. അതായത് നമ്മുടെ കിച്ചൺ സിങ്കിലൊക്കെ ഉള്ള അത് എല്ലാത്തിനും യൂസ്ഫുള്ളാണ്. വൈപ്പ് ചെയ്ത് ഒരുപാട് വലുതല്ല, സ്മോളാണ്. പക്ഷേ നല്ല 3 ബ്യൂട്ടിഫുൾ കളറിൽസ് വന്നിട്ടുണ്ട്. നല്ലതാണ്. നമ്മുടെ സിങ്കിൻ്റെ അവിടെയുള്ള വെള്ളവും പിന്നെ ടേബിൾ ഒക്കെ തുടയ്ക്കുക, അതുപോലെ കാറ് വാഷ് എല്ലാത്തിനും യൂസബിളാണ്. പക്ഷെ കൊള്ളാം, വലിയ വിലയില്ല. ഏതാണ്ട് ഒരെണ്ണത്തിന് 62 ആ ഒരു റേഞ്ച് വന്നിട്ടുള്ളൂ. ഇത് പക്ഷേ വളരെ യൂസബിളാണ്. ഇതാണ് ഇതിനൊപ്പം കാരണം. ഇനി കളറാണെന്ന് പറയുന്നത് ഒരു സ്റ്റെയിനർ. ഇത് നമുക്ക് വീട്ടിൽ യൂസബിളാണ്. ഒരുപാട് വലുതല്ല, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ. നമുക്ക് എല്ലാം അരി വാർക്കാനും പിന്നെ ഫ്രൂട്ട്സൊക്കെ കഴുകി വെള്ളം വാലാനൊക്കെ പറ്റിയ എല്ലാ വീട്ടിലുള്ളത് തന്നെയാണ്. ഒരുപാട് വലുതല്ല, പക്ഷേ യൂസബിളാണ്. വലിയ കനമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലെന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു സ്ട്രെയിനർ ബൗളാണ്. ഇത് 179 ആണ് ഇതിൻ്റെ വില. ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന അടുത്ത പ്രോഡക്റ്റ് ഇതാണ്. ഇത് പക്ഷേ ഒരുപാട് എനിക്കിഷ്ടമായി. നല്ല കളറാണ്. ഇത് 3 എണ്ണം ഉണ്ട്. നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കിച്ചണിലെ എന്തെങ്കിലും ഇതൊക്കെ നല്ലതായിട്ട് സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ സൂപ്പറാണ്. എനിക്കൊരുപാട് ഇഷ്ടമായി. നല്ല ക്വാളിറ്റി ഉണ്ട്. അതിൽ 3 എണ്ണമാണ് വന്നിരിക്കുന്നത്. വലുത്, ചെറുത്, അതിൻ്റെ ചെറുത്. ഇത് 3 എണ്ണം ഉണ്ട്. ഇതുകൊണ്ട് 283 രൂപയ്ക്കാണ് മേടിച്ചിരിക്കുന്നത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. നല്ല ഗുഡ് ക്വാളിറ്റിയാണ്. നല്ല ഭംഗിയുള്ള നല്ല ഇന്ത്യയുടെ തന്നെ പ്രോഡക്റ്റാണ്. പക്ഷെ ഒരുപാട് നല്ലതാണ്. ഒരുപാട് ഇഷ്ടമായി എനിക്ക്. നമുക്കിത് കിച്ചണിലേക്ക് ഒരുപാട് യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഒരെണ്ണം മേടിച്ച്. അടുത്തത് ഇനി ഇപ്പോൾ വന്നിരിക്കുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ പ്ലേറ്റുകളൊക്കെ വെക്കണം. എൻ്റെ അതങ്ങനെ ഒരുപാട് പഴയതായിരുന്നു. അപ്പോൾ പ്ലേറ്റൊക്കെ നമുക്ക് വെള്ളം അതിനൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലേറ്റ് വെക്കുന്ന ഒരു റാക്കാണ്. ഇതെല്ലാം വെള്ളം കാണും. ഓക്കെ, അപ്പം പുതിയൊരു പ്രോഡക്റ്റ് കൂടെ വന്നിട്ടുണ്ട്. എന്താണെന്ന് തുറന്ന് നോക്കാം. എന്തായാലും ഇത് നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ്. അതായത് 2-in-1 സോപ്പ് ഡിസ്പെൻസർ എന്ന് പറയുന്ന ലിക്വിഡ് ഡിസ്പെൻസറാണ്. നമ്മൾക്കത് ലിക്വിഡ് ഒഴിച്ച് വെള്ളം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊന്നും വീഴുകയോ അങ്ങനെ ഒന്നും ആവില്ല. ഒരു പമ്പുള്ളതുകൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് തന്നെ സ്പോഞ്ച് വെച്ച് എടുക്കാം. വളരെ യൂസബിളായിട്ട് എനിക്ക് തോന്നിയൊരു പ്രോഡക്റ്റാണ് ഇത്. എന്തായാലും ഇത് ഞാൻ ഓർഡർ ചെയ്ത് നല്ല വലിയ വിലയുമില്ലെന്ന് തോന്നുന്നു. 67 167 അങ്ങനെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഒരുപാട് യൂസബിളാണ്. അതിങ്ങനെ അഴുക്കായിട്ട് ഇരിക്കുകയൊന്നുമില്ല. ഇതുപോലെ തന്നെ നമുക്ക് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീരുന്നതിനനുസരിച്ച് ലിക്വിഡ് ഒഴിച്ച് വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്പോഞ്ചെല്ലാം കിട്ടുകയും ചെയ്യും. അങ്ങനെ വളരെ യൂസബിളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതാണ് ഒരു പ്രോഡക്റ്റ്. എനിക്കൊന്ന് പ്രൈസ് 67 അത്രയൊക്കെ ഉള്ളൂ. വലിയ വിലയില്ല, പക്ഷെ വളരെ യൂസബിളാണ്.
നമുക്കിതിൻ്റെ കൂടെ തന്നെ സ്പോഞ്ചും ഇത് ഇത്രയും ആണ് കിട്ടുന്നത്. ലിക്വിഡ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത ഇതുപോലെ തന്നെ നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത്. നമുക്ക് സിങ്കിൻ്റെ, അതായത് വെള്ളമൊക്കെ പോകാനും ഒക്കെ വേണ്ടി നമുക്ക് സിങ്കിൻ്റെ സൈഡിൽ ഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ സിങ്ക് ക്യാഡി ഓർഗനൈസറാണ്. ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. നമ്മൾ ഈ എന്താ പറയുന്നത്, നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നമ്മുടെ ടവലും സ്പോഞ്ചും ഒക്കെ ഇങ്ങനെ വെള്ളം പോകാതിരിക്കില്ലേ, അപ്പോൾ ഇതുപോലുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ വെക്കാം. പിന്നെ അടുത്ത പ്രോഡക്റ്റ് എന്താണ് നോക്കട്ടെ. ഓക്കെ, കിച്ചൺ റാക്കാണ്. എൻ്റെ കിച്ചൺ റാക്ക് അങ്ങ് ഒരുപാട് അഴുക്കായിരുന്നു. അപ്പം അതിനു വേണ്ടി മേടിച്ച ഇത് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് ഗ്ലാസും പാത്രങ്ങളും ഒക്കെ വെച്ച് കൊടുക്കാം. എന്തുകൊണ്ട് നമുക്ക് ഒരുപാട് വലുതുമല്ല, ഒരു ആവശ്യത്തിനുള്ളത്, അതായത് നമ്മുടെ കിച്ചണിൽ ഒതുങ്ങിയിരിക്കുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ്സ് മേടിച്ചാലാണ് എപ്പോഴും ബെറ്റർ ആകുന്നത്. അപ്പോൾ അതാണ് അടുത്ത പ്രോഡക്റ്റ്. അപ്പം നമുക്ക് കിട്ടിയ കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ ഇത് ഫിറ്റ് ചെയ്യാൻ ഇച്ചിരി പ്രയാസമായിരുന്നു. എന്തായാലും ഞാൻ അവസരം കണ്ടുപിടിച്ചത് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഈ സിങ്കിൻ്റെ പൈപ്പില്ലേ അതിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈസി ആയിട്ട് തോന്നി. ആദ്യം നമുക്കൊരു ഇച്ചിരി പ്രയാസം, ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ഞാൻ മനസ്സിലായി, ഇതിന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് സിങ്കിൻ്റെ ഈ പൈപ്പിലോട്ട് ഫിറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഇത് വെച്ച് ഒന്ന് മുറുക്കി കൊടുത്താൽ മതിയേ. അപ്പം നമുക്കിതിൻ്റെ സ്പോഞ്ചും കാര്യങ്ങളും അതുപോലെ എല്ലാം നമുക്കിതുപോലെ ഇതിൽ വെക്കാം. അപ്പം വെള്ളം നേരെ സിങ്കിലോട്ട് പോവുകയും ചെയ്യും. അത് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാം. ഇതാണ് ആ സംഭവം. പക്ഷേ കൊള്ളാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നി. ഇതിൻ്റെ വില ഏതാണ്ട് എത്ര 162 അങ്ങനെ ഉണ്ടാകും തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല, ഇത് യൂസ്ഫുള്ളാണ്. ഇനി നമുക്ക് ഒരു പ്രോഡക്റ്റ് കൂടെ വന്നിട്ടുണ്ട്. ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസാണ്. 25 mm ഗ്രാസ് മാറ്റാണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസാണ്. ഇത് നമുക്ക് കിച്ചൻ്റെ, അതായത് നമ്മുടെ ജനലിൻ്റെ സൈഡിലൊക്കെ ഇടാനായിട്ട് ഞാൻ പണ്ട് തൊട്ടേ വിചാരിച്ചതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതാണ്ട് 153 ആണ് ഇതിൻ്റെ റേറ്റ്. ഇത് എന്തായാലും ഒരുപാട് യൂസ്ഫുള്ളാണ്. ഞാൻ എന്തായാലും ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിച്ചൺ കാണിച്ചു തരാവേ എങ്ങനെയാണ്. അപ്പം നമുക്ക് കിട്ടിയതൊക്കെ വെച്ച് ഞാനിത് നമ്മുടെ കിച്ചണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ പ്രോഡക്റ്റും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത്രയൊക്കെയാണ് നമ്മുടെ കിച്ചണിൻ്റെ വിശേഷം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ്സ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാം. എന്തായാലും പുതിയ ന്യൂ ഇയർ ഒക്കെ വരുമല്ലേ, അപ്പോൾ ഒരു ചേഞ്ച് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയറും ഒക്കെ നേരുന്നു. എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ വീഡിയോ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ